Blessed be the name of the Lord. He is worthy to be praised. He is worthy to be praised and adored. So we lift up holy hands in one accord, singing, blessed be the name, blessed be the name, oh, blessed be the name of the Lord. Sing it again, blessed be the name of the Lord. Oh, blessed be the name of the Lord. He's worthy. He is worthy to be praised and adored. Yes, He is. So we lift up holy hands in one accord, singing, blessed be the name, blessed be the name, oh, blessed be the name of the Lord. Sing it again, blessed be the name, come on, blessed be the name, oh yes, He's worthy, yes He is, worthy to be praised and adored. So we lift up holy hands in one accord, singing, blessed be. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യവും 17-ാം വാക്യവും നമുക്ക് വായിക്കാം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ഉം 17-ഉം വാക്യം. ദൈവത്തിന്റെ ഹിതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നു. യു ഹാവ് ടു നോ ദ വിൽ ഓഫ് ഗാഡ് ഇൻ യുവർ ലൈഫ്. ഒന്ന്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കാത്തിടത്തോളം ദൈവം എൻ്റെ ജീവിതത്തിൽ കൂടെ എന്തു ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കാത്തിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന അർത്ഥം ഒരിക്കലും നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. ദൈവത്തിന്റെ ആ ഹിതം, മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ഹിതമെന്ന് പറയുന്നത് സകല മനുഷ്യരും രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും എന്തു ചെയ്യണം? രക്ഷിക്കപ്പെടണം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു കാൽവരിയിൽ പരമയാഗമായി അർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പകൽക്കാലം എന്റെ യേശുവിനെ രക്ഷിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഏവരും കരങ്ങളിൽ സ്വതന്ത്രം ചെയ്തവർ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഹിതം നാം രക്ഷിക്കപ്പെടുക, ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ വായിച്ചു, കർത്താവിനെ നാം എങ്ങനെയാണ്? വിശ്വാസത്താൽ കൈക്കൊള്ളണം. രക്ഷ എന്ന് പറയുന്നത് പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് നാം ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് നാം ചിലരോടുകൂടെ കൂടെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നതല്ല. പിന്നെ രക്ഷ എന്ന് പറയുന്നത് അവനെ കൈക്കൊണ്ടാൽ മാത്രമേ അത് പ്രാപ്യമായി തീരുകയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഹിതം ഒന്നാമതായി തിരിച്ചറിയുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക? അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. ഇതാണ് മനുഷ്യവർഗത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം. എന്നാൽ വ്യക്തിപരമായി എന്നെ കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സത്യം എന്താണെന്ന് ഒരിക്കലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നാം എല്ലാവരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ആ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നാം വിശ്വസിക്കുമ്പോഴാണ്. വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ വായിച്ചതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. വിശ്വാസമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ആമേൻ. വിശ്വാസമാണ് നമ്മെ കർത്താവുമായി ബന്ധപ്പെടുത്തുന്നത്. വിശ്വാസമാണ് ദൈവത്തിങ്കിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വചനം കേൾക്കണം. വചനം കേൾക്കണമെങ്കിൽ വചനം പ്രസംഗിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്.
പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ഹിതമാണ് ഒന്നാമതായി നാം എല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ളത്. രക്ഷിക്കപ്പെടുന്നതിന് നാം കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കണം. നമ്മുടെ കർത്താവിനാൽ നാം രക്ഷിതരായി തീരുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ അനുഭവം. അതുകൊണ്ട് മാത്രമാകുന്നില്ല. റോമാലേഖനം മർക്കോസ് 14:16 നമ്മൾ വായിക്കുന്ന എന്താണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമേൽക്കാതെ രക്ഷിക്കപ്പെടുക സാധ്യമല്ല പ്രിയമുള്ളവരെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരായി തീരുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. ദൈവത്തിന്റെ ഹിതം നമുക്കറിയാതെ എങ്ങനെ വേണമെങ്കിലും ജീവിപ്പാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരുന്നത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. Ephesians chapter 2:8. അല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് നീതീകരണം പ്രാപിപ്പാൻ കഴിയുകയില്ല. അനേകരും അങ്ങനെ ചിന്തിക്കുന്നത്. നല്ല പ്രവൃത്തി ചെയ്താൽ നീതീകരണം പ്രാപിക്കാം. അവിടെ രക്ഷ എന്ന് പറയുന്നത് പതിവായിട്ട് ബന്ധം വരുന്നില്ല. പ്രവൃത്തി കൊണ്ട് മനുഷ്യന് നീതീകരണം പ്രാപിപ്പാൻ കഴിയുന്നില്ല. വിശ്വാസത്താൽ മാത്രമേ നീതീകരണം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അതിന് കൃപയാണ് കാരണമായി തീരുന്നത്. എന്താണ് കൃപ? അളവില്ലാത്ത ദാനമായി ദൈവം നമ്മിലേക്ക് പകരപ്പെടുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി കൊണ്ട് പാപത്തിന്റെ ശക്തിയെ ദൈവം നമ്മിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് മാറ്റി, പാപത്തിന്റെ ശക്തിയെ ദൈവം നമ്മിൽ നിന്ന് മാറ്റി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ബലം നമ്മിൽ പകർന്ന് നമ്മെ രക്ഷിക്കപ്പെടുവാൻ കാരണമാക്കി തീർക്കുന്നു. ആമേൻ. ആ പാപത്തിൽ പിറന്ന സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നവരായി ജീവിക്കുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിമിത്തം നമുക്ക് ദൈവം കൃപ നൽകി നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ ഹിതം ഒന്ന്, സകല മനുഷ്യരും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. രക്ഷിക്കപ്പെടണമെങ്കിൽ അവർ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നത് പ്രാപിക്കണം. വചനത്തിൽ ഇല്ലാത്തതൊന്നും അനുഷ്ഠിക്കുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത് നമുക്ക് നോക്കാം, അടുത്ത എന്താണ്? ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നാം അനുഷ്ഠിക്കേണ്ടത്? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ന്റെ 3-ാം വാക്യം വായിക്കാം. 1 Thessalonians chapter 4:3. ദൈവത്തിന്റെ the will of God is your sanctification. Right? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നമ്മുടെ ജീവിതത്തിൽ? ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഹിതം നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്താ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ശുദ്ധീകരണം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. എത്ര വലിയ ധനവാന്മാരായാലും, എത്ര വലിയ ശേഷിയുള്ളവരായാലും, എത്ര വലിയ നേതൃത്വ സ്ഥാനങ്ങൾ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശുദ്ധീകരണം കൂടാതെ ഒരു വ്യക്തിയും ദൈവത്തെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യവർഗം മുഴുവൻ രക്ഷിക്കപ്പെടണമെന്നായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം വിശുദ്ധിയിൽ വളരുന്ന ദൈവമാണ്. പാപവും ദൈവവുമായി താതാത്മ്യത്തിന് യാതൊരു സ്ഥാനവുമില്ല. പാപവുമായി ഒരു കോംപ്രമൈസും ദൈവം അനുവദിക്കുന്നില്ല. പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തോട് ചേരുമ്പോഴാണ് നാം ദൈവത്തിന്റെ പ്രവൃത്തികൾ അറിയുവാൻ ഇടയായി തീരുന്നത്. ഇവിടെ നമ്മൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ശുദ്ധീകരണം പ്രാപിക്കണം. അവന്റെ പുണ്യാഗ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തിയും കർത്താവിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരല്ല. അത് അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അതിനാണ് നാം പറയുന്നത് ശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ. ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തിൽ, പാപഭംഗരമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലോചന അനുസരിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനിടയാകൂ. ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, നാം ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് പ്യൂരിറ്റി എന്ന് പറയാം. അപ്പൊ ആ പ്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഉപദേശപരമായ ശുദ്ധി ഉണ്ടാകണം, ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകണം. മനസ്സിലായോ? ഉപദേശപരമായി നമ്മുടെ ജീവിതത്തിൽ
നാം ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന് നാം ഊന്നൽ കൊടുക്കുവാൻ ഇടയായി തീരുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നാം പ്രാപിപ്പാൻ ഇടയായി തീരുകയാണ്. 3 കാര്യങ്ങൾ ആമേൻ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം അനുഷ്ഠിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഒന്ന്, നാം രക്ഷ പ്രാപിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2, നാം വിശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നാം മുഴുവനായി ശുദ്ധീകരിക്കപ്പെടണം. ഉപദേശപരമായും നാം ശുദ്ധീകരിക്കപ്പെടണം. വിവിധപരമാകുന്ന ഉപദേശങ്ങളുടെ നൂലാമാലകളിൽ പെട്ട് മനുഷ്യൻ ഇങ്ങനെ കാറ്റിനാൽ ഉലയുന്ന ഓട പോലെ കാറ്റടിച്ച് നീങ്ങുന്ന ആ ഒരു വള്ളം പോലെ ഇങ്ങനെ പോകുകയാണ്. എന്നാൽ ഈ കാലത്തിൽ നാം മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താണ്? എന്നെക്കുറിച്ച് ഇതിലാണോ ജീവിക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിനുള്ളിലാണോ ജീവിക്കുന്നത്? ഇതാണ് ഇന്ന് പകൽക്കാലം നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യം. 3 ഉള്ള വാക്യങ്ങൾ. ഫസ്റ്റ് പീറ്റർ, ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ, ഇത് ഇന്റേണൽ ബ്യൂട്ടി ഈസ് അട്രാക്റ്റീവ് ബിഫോർ ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിനകത്തുള്ള ആ ചേഞ്ചിനെയാണ്. ഹൃദയത്തിനകത്ത് ചേഞ്ച് വന്നെങ്കിലേ പുറത്ത് ചേഞ്ച് വരികയുള്ളൂ. മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ് എന്നേക്കുമായി വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണ് ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്ന വലിയ പദ്ധതി. അത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ പറയപ്പെടുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകത്ത മനുഷ്യൻ സ്നേഹം കൊണ്ട് നിറയപ്പെടണം. എങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. 2, ആ കുടുംബത്തിനകത്ത് എന്തുണ്ടാകണം? ഒരു പ്രകാശമുണ്ടായിരിക്കണം. ആ പ്രകാശം അനേകർക്ക് പ്രകാശമായിരിക്കും. എങ്കിൽ മാത്രമേ യേശുവിന്റെ പ്രകാശം വിതറുന്ന കുടുംബമായത് നിലനിൽപ്പാൻ കഴിയുകയുള്ളൂ. 3, അത് കുടുംബം ജീവൻ പ്രതിദാനം ചെയ്യുന്നതാണ്, ജീവൻ നൽകുന്നതാണ്. മരിച്ചവർക്ക് ജീവൻ നൽകുന്നതായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ആമേൻ, അവരിൽ ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കുന്നവരായി തീരണം. മനുഷ്യന്റെ പ്രാണൻ അത് വിലയേറിയതാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തുവിൽ പണിയപ്പെടാത്തതെല്ലാം തകർന്നു പോകും. യേശുക്രിസ്തുവിൽ ആമേൻ അടിസ്ഥാനമില്ലാത്തതെല്ലാം തകർന്നു പോകും. കുറെ നാളൊക്കെ നിലനിന്നു വരാം. എന്നാൽ യേശുക്രിസ്തുവിൽ ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യരോട് സദസ്യനായതുപോലെ നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പണിയണം. നമ്മുടെ കുടുംബം യേശുക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പണിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ ആലോചന പ്രകാരം ആമേൻ അവർ കൂട്ടായ്മ ആചരിച്ചത്. എങ്ങനെങ്കിലും കൂട്ടായ്മ ആചരിക്കുകയല്ലോ, ദൈവവചനം നൽകിയിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച്. എന്താണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്? അപ്പോസ്തലന്മാരെ പ്രവൃത്തിപഥത്തിൽ വരുത്തിയത് എന്താണ്? ആദിമ സഭ അനുഷ്ഠിച്ചത് എന്താണ്? ഇതാണ് അടിസ്ഥാനം. അല്ലാതെ പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്നതല്ലേ അടിസ്ഥാനം. സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതല്ലേ അടിസ്ഥാനം. നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഉരുത്തു വരുന്ന പ്രത്യേക ശാസ്ത്രങ്ങളല്ല നമ്മുടെ അടിസ്ഥാനം. ഗ്ലോറി. പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ സാങ്ക്ടിഫിക്കേഷനാണ്. ആമേൻ. ശുദ്ധീകരണത്തിൽ കൂടെ ഒരു വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അടുത്ത ദൈവത്തിന്റെ ഹിതം എന്താണ്? നമ്മെ കുറിച്ച് പ്രത്യേകമായി ദൈവം ആഗ്രഹിക്കുന്ന ഹിതം നമുക്ക് നോക്കാം. റോമാലേഖനം 12 1-2 വാക്യങ്ങൾ വായിച്ചാട്ടോ. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. ഈ ലോകത്തിന് രൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണം. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് പൂർണ്ണതയാകുന്ന ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണം. ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പൂർണ്ണതയാകുന്ന അനുഭവം എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായി പ്രാപിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെക്കുറിച്ച് ലോകം രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് നാം വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ പൂർണ്ണതയാകുന്ന അനുഭവം നാം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? യു ഡു നോട്ട് കൺഫോം വിത്ത് ദ വേൾഡ്. ആമേ. ലോകവുമായി ഇടകലരരുത്. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന്റെ സ്ഥാനാധിപതികളാണ്. നാം ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. We are revealing the standards of God. When you are sanctified by the power of God, by the grace of God, you are internally transformed and you are revealing that transformation to the world. I am a child of God.
അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പൂർണ്ണ പ്രസാദമായ ഹിതം വെളിവാക്കുന്ന ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിലായിരിക്കണം. പെർഫെക്റ്റ് വിൽ, അവിടെയാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ഉറവകൾ. ആമേൻ. ഈ ലോകത്തിന്റെ മറ്റൊന്നിലുമല്ല, ഈ ലോകത്തിന്റെ യാതൊന്നിലുമല്ല നമുക്ക് അനുഗ്രഹം കണ്ടെത്താൻ കഴിയുന്നത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് വിൽ എവിടെയാണ്? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിൽ പെടുന്ന 3 കാര്യങ്ങളാ. ഒന്ന്, നമ്മുടെ ക്യാരക്ടർ എന്ന് പറയും, നമ്മുടെ സ്വഭാവം. ഒരു നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചോളം ദൈവം ആഗ്രഹിക്കുന്നത്. 2, ഈ പാപലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഔട്ട് ഓഫ് ബാലൻസ് ആകരുത്. സന്തുലനാവസ്ഥയിലുള്ളൊരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നാം നിർബന്ധിക്കുന്നത്. അനേകയിടങ്ങളിൽ പ്രാർത്ഥനയില്ല, അനേകയിടങ്ങളിൽ ദൈവവചന ധ്യാനമില്ല. തലമുറകൾ തകരുന്നതിന്റെ കാരണം എന്താണ്? മാതാപിതാക്കളിൽ ഇല്ലാത്ത ഭക്തി മക്കളിൽ ഉണ്ടാക്കാൻ കഴിയുമോ? മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവം മക്കളിൽ വളർത്തിയെടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നമ്മിൽ നിന്ന് പകരപ്പെടേണ്ടത് തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ഒരു വിഷനാണ്, ദർശനം. നമുക്കൊരു ദർശനം ഉണ്ടായിരിക്കണം. എന്താ ദർശനം? എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ ആയിത്തീരണം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ എന്തായിത്തീരും? അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്റെ കുടുംബം എന്തായിത്തീരും? അടുത്ത 15 വർഷത്തിനുള്ളിൽ എന്റെ കൂട്ടായ്മ എന്തായിത്തീരും? നമ്മെക്കുറിച്ചൊരു ദർശനം നമുക്കുണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കാത്തിടത്തോളം ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ഹിതം നാം മനസ്സിലാക്കാത്തിടത്തോളം പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് പൂർണ്ണമായി ആഗ്രഹിക്കുവാൻ, ആമേൻ, ദൈവം നമ്മെക്കുറിച്ച് ഇഷ്ടപ്പെടുന്നത് എന്താണ്? ആ ഹിതത്തിലേക്ക് നാം കടന്നു വരാത്തിടത്തോളം ഒരിക്കലും ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ സാധ്യമല്ല. അനേകർക്ക് പറ്റിയിരിക്കുന്ന പരാജയം അതാണ്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ഹിതത്തിനൊത്തവണ്ണം പോവുകയാണ്, അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം പോവുകയാണ്, തങ്ങളുടെ ബുദ്ധിക്കൊത്തവണ്ണം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടൊന്നും ദൈവഹിതം നിറവേറുന്നില്ല. ഏതൊരു വ്യക്തിയിലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കടന്നു വരാതെ ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ സാധ്യമല്ല. നോക്കുക, കൊലോസ്യ ലേഖനവും 1:9-10 വാക്യം വായിക്കുക. കൊലോഷ്യൻസ് 1:9-10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. ദൈവത്തിന്റെ ഹിതം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. യു ഹാവ് ടു വാക്ക് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. മനസ്സിലായോ? ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ നടക്കണം. എനിക്കിഷ്ടവണ്ണം നടക്കുവാൻ എനിക്ക് താല്പര്യമാണ്. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ഞാൻ നടക്കണം. കാരണം എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം, എന്റെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ നടക്കണം. പ്രൈസ് ദി ലോർഡ്. വാക്ക് ഇൻ ദ റൈറ്റ് വേ. അവന്റെ ഹിതം മനസ്സിലാക്കി ഞാൻ നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആലോചന. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുക. അബ്രഹാം സകലതും വിട്ട് ദൈവം പറഞ്ഞത് അനുസരിച്ച് യാത്രയായി. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നാം നടക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മെ വെളിപ്പെടുവാനിടയായി തീരുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നടക്കുന്നവരാണോ? നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പണിയപ്പെടുന്ന കുടുംബങ്ങളാണോ? നമ്മുടെ കൂട്ടായ്മ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ആമേൻ മുന്നോട്ട് പോകുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയാണോ? കൂട്ടായ്മ പലതുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള കൂട്ടായ്മയാണോ എന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. മത്തായി സുവിശേഷം 6:10 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. നിന്റെ ഇഷ്ടം എന്ത് ചെയ്യണം? ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ കൂടെ നിറവേറണം. പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയല്ല, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. Thy will be done. നിന്റെ ഹിതം ദൈവമേ ഓരോ ദിവസവും എന്റെ ജീവിതത്തിൽ കൂടെ നിറവേറണമേ. Let thy will be done through my life, in my life. നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം.
ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറുമ്പോഴാണ് ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായി തീരുന്നത്. ആമേൻ. ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കുമ്പോൾ, ലോകത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ, ലോകക്കാരെ പ്രസാദിപ്പിച്ച് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ലോകത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകുന്നു. അവിടെ ദൈവത്തിന്റെ സ്നേഹം കടന്നു വരുന്നില്ല. കാരണം ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഞാൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നുവോ എന്നിന്ന് പകൽക്കാലമല്ല നമ്മെ ഒന്ന് ശോധന ചെയ്യുവാനിടയാകണം. അപ്പോൾ വാക്ക് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. രണ്ടാമത് നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം. എടുത്തോട്ടെ, യോഹന്നാന്റെ സുവിശേഷം 2:1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അവിടെ കാണുന്ന ഒരു സംഭവമുണ്ട്. കാനാവിലെ കല്യാണത്തിന് ആമേൻ യേശു ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. യേശു അവിടെ വന്നു, അവരുടെ വീഞ്ഞു തീർന്നു പോയി. ആമേൻ. മറിയ അവിടെ വന്ന് പറയുന്ന എന്താണെന്ന് അറിയാമോ? യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞു തീർന്നു പോയി. യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? കുറച്ചു കഴിഞ്ഞ് മറിയ അവിടെ ഉള്ളവരോട് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. ഡു അക്കോർഡിംഗ് ടു ഹിസ് വിൽ. നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരണമെങ്കിൽ അവൻ പറയുന്നത് അനുസരിക്കണം. മറിയ പറയുന്നത് കേട്ടാ പറ്റുകയില്ല, മാവോര് പറയുന്നത് കേട്ടാ പറ്റുകയില്ല. അവൻ പറയുന്നത് അനുസരിക്കണം. സ്വന്തം അതിനാ പ്രയാസമുള്ളത്. നീ മരിച്ചു കഴിഞ്ഞ് ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണവുമില്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ വഴികൾ അറിയണം, അവന്റെ വഴിയിൽ നീ നടക്കണം, അവന്റെ കൽപ്പന അനുസരിക്കണം. അല്ലാതെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നേറുവാൻ സാധ്യമാകണമെങ്കിൽ അവന്റെ ഇഷ്ടം തിരിച്ചറിയണം. അവന്റെ ഇഷ്ടം തിരിച്ചറിയാതെ അവന്റെ വഴിയിൽ കൂടെ നടക്കാതെ പിന്നെ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. ഗ്ലോറി ടു ഗോഡ്. അവരുടെ ആ ഭവനത്തിലുണ്ടായ പ്രശ്നത്തിന്റെ നടുവിൽ ഇതാ കർത്താവിന്റെ ആലോചന അവരനുസരിച്ചു. അവൻ ആദ്യത്തെ അത്ഭുതത്തോടെ ചെയ്യുകയാണ്. അവൻ ആദ്യത്തെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? അവന്റെ വാക്കനുസരിക്കുക, അവൻ പറയുന്നത് പോലെ അനുസരിക്കുക. ഇന്ന് നിന്റെ ഭവനത്തിൽ അതേ യേശുവിന്റെ ആ പ്രവൃത്തി വെളിപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? യേശു ഒരു അത്ഭുതം ചെയ്യുവാൻ നിന്റെ ഭവനത്തിൽ ആഗ്രഹിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയാണ്. അവന്റെ വാക്കനുസരിപ്പാൻ നിനക്ക് തയ്യാറുണ്ടോ? ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചെങ്കിലേ അനുഗ്രഹം സാധ്യമാകുകയുള്ളൂ. രണ്ടാമത് നാം കാണുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരാൾ നടക്കുക, ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരണത്തെക്കാൾ വലിയ യാഗമൊന്നുമില്ല. Praise the Lord. Obedience is better than sacrifice. അനുസരണമാണ് ഏറ്റവും വലിയ യാഗമെന്ന് പറയുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഒബീഡിയൻസ് ഈസ് എ റിക്വയർമെന്റ് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ്. ക്രൈസ്തവ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ കാര്യമായി കണക്കാക്കുന്നത് അനുസരണമാണ്. കർത്താവിനെ അനുസരിക്കണം, അവന്റെ ആലോചനകൾ അനുസരിക്കണം, അവന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കണം. ഇതിനെങ്ങനെയാണ് സാധ്യമാക്കുന്നത് നോക്കാം. ഫിലിപ്പ് ലേഖനം 2:13 വാക്യം വായിച്ച ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:13. ദൈവം തന്റെ പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ആലോചന തന്നത്. The Holy Spirit will help us to walk and be obedient in our life. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിച്ച് ദൈവഹിതപ്രകാരം നടക്കുവാൻ നമ്മിൽ ദൈവം ആലോചന തരുന്നത് തന്റെ പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. അത് ദൈവം നമുക്ക് നൽകിത്തരും. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ഏറ്റെടുക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? അതോ നമ്മുടെ താല്പര്യം അനുസരിച്ച് ജീവിക്കാനുമാണോ നാം താല്പര്യപ്പെടുന്നത്? ആമേൻ. അനുസരിച്ചാൽ എന്താ ലഭിക്കുന്നതെന്ന് അതേ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 30:15-18. ആവർത്തനം 30:15 മുതലുള്ള വാക്യങ്ങൾ. അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. യു ഹാവ് ടു ബി ഒബീഡിയന്റ് ടു ഹിസ് കമാൻഡ്മെന്റ്. നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിഞ്ഞുപോയാൽ, യു ടേൺ യുവർ ഹാർട്ട്സ് ടുവേർഡ് സംതിങ് എൽസ് or for disobedience, നീ അനുസരിക്കാതെ ദൈവത്തിന്റെ ആലോചന വിട്ടുപോയാൽ നീ ഒന്നാമത് വശീകരിക്കപ്പെടും. ശലോമോനെ പറ്റിയ കുഴപ്പം അതാണല്ലോ, തന്റെ ഹൃദയം വശീകരിക്കപ്പെട്ടു. ഈ ലോകം നിന്നെ വശീകരിക്കും,
ഈ ലോകത്തിലെ ജാരന്മാർ നിന്നെ വശീകരിക്കും, ഈ ലോകത്തിലെ വഞ്ചന നിന്നെ വശീകരിക്കും, ഈ ലോകത്തിലെ ചതി നിന്നെ വശീകരിക്കും, ഈ ലോകത്തിലെ പാപം നിന്നെ വശീകരിക്കും. അവസാനം നീ പാപത്തിന് അടിമപ്പെട്ട് നിന്റെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്, നീ അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും. നീ ദേശത്ത് അനുഗ്രഹമായിരിക്കും, നിന്റെ കുടുംബത്തിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ചെല്ലുന്നിടത്തൊരു അനുഗ്രഹമായിരിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഓ, എത്ര വലിയ വാഗ്ദത്തങ്ങളാണ് പ്രിയമുള്ളവരെ ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം നടക്കുക. ആമേൻ. അതിൻ പ്രകാരം മുന്നേറുക. അതിന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അവനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അതിന് ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാനിടയായി തീരും. 1 പത്രോസ് 3:10 മുതലുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക. ദൈവത്തിന്റെ ഇഷ്ടമാണ് സകലരും രക്ഷിക്കപ്പെടുക എന്നുള്ളത്. സകല മനുഷ്യരും അവൻ നശിച്ചു പോകരുത് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് നാം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. നാം വായിച്ചു 1 Peter 3:10-12. ജീവനെ ആഗ്രഹിക്കുകയും, if you desire life, eternal life, it is talking about eternal life. Walk and walk. If you are desiring the eternal life, if you want to walk according to the will of God, ദൈവത്തിന്റെ ഹിതത്തിനൊത്തോടും ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ വാക്കുകളെ ശ്രദ്ധിക്കണം, പ്രവൃത്തി സൂക്ഷിക്കണം. കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം ദൈവഹിതമനുസരിച്ച് ആണോ ഓരോ ദിവസവും മുന്നേറുന്നത്? നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യാം. എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപാടുകൾ ദൈവത്തിന് ഹിതമായതാണോ? എൻ്റെ ജീവിതം ദൈവത്തിന്റെ ഹിതത്തിനുള്ളിലാണോ? ആമേൻ. ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വിൽ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് വരെ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, 1, നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്നുള്ളതാണ്. 2, നാം ദൈവഹിതപ്രകാരം നടക്കണമെന്നുള്ളതാണ്. ആമേൻ. 3, നാം ദൈവത്തെ അനുസരിക്കണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളെ നമ്മെ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ശുദ്ധീകരണത്തിനായി നമ്മെ ഒന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. Where there seems to be no way, He works in ways we cannot see. He will make a way for me. He will be my God. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. To them that love God and are called according to His purpose. And I believe what the enemy has intended for evil or bad in your life, I believe that God can turn it around for good and make a way where there seems to be no way. Sing it together. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my God. Hold me closely to His side. With love and strength for each new day, He will make a way. He will make a way. By a roadway in the wilderness, He'll lead me. And rivers in the desert will I see. Heaven and earth will fade, but His word will still